അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ മൈ ലൈഫ് കാണിക്കേണ്ടതെന്ന്. കാരണം ഇന്ന് ഞാൻ വീട്ടിലുള്ള ദിവസമാണ്. കുറേ ദിവസമായി ഞാൻ ഒരു ഡേ മൈ ലൈഫ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഫുൾ ഇപ്പോൾ ഈ ഓണം ആയതുകൊണ്ട് ഓണം റിലേറ്റഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ നിങ്ങൾ എൻ്റെയും ആഷിയുടെയും ഞങ്ങളുടെ ഒരു ഡേ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ ഞങ്ങളുടെ ഡേ മൈ ലൈഫിലേക്ക്. അടിപൊളി ചോറ്, മോരുകറി, ഉണക്കമീൻ വറുത്തത്, പിന്നെ കോവക്കത്തോരൻ. ആശി ഓൾറെഡി എണീറ്റിട്ടുണ്ട്. ആശിക്കുള്ള ചായ ഇതാ റെഡി பண்ணிക്കാണ്. രാവിലെ ചായ കുടിക്കുന്ന പതിവ് എനിക്ക് ഓൾറെഡി ഇല്ല. എപ്പോഴെങ്കിലും കുടിക്കുന്നല്ലാണ്ട് ഞാൻ ചായ അങ്ങനെ വേണം നിർബന്ധമില്ല. ഞാൻ ചായ കുടിക്കുന്ന വ്യക്തിയല്ല, അങ്ങനെ വലിയ ഇട്ടിട്ടില്ല ചായക്ക്. പക്ഷേ ആശിക്ക് എപ്പോഴും ചായ വേണം. രാവിലെ ചായ വേണം, പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചായ വേണമെന്ന് പറയും, കട്ടൻ ചായ. അപ്പോൾ അത് കൊടുക്കും. പിന്നെ വൈകിട്ട് നിർബന്ധമാണ് ചായ, അത് പാൽച്ചായ തന്നെ ആയിരിക്കണം. രാവിലെയും പാൽച്ചായ കുടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ റൊട്ടീൻസ് പോകുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ് ടു അവർ ഫാമിലി. അപ്പോൾ ബിസ്ക്കറ്റാണോ? അപ്പോൾ ഇനി എനിക്ക് ഇങ്ങനെ പരിപാടി എന്ന് പറയുന്നത്, നോക്കി പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, വീഡിയോസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുച്ചി 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 അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ മൈ ലൈഫ് കാണിക്കേണ്ടതെന്ന്. കാരണം ഇന്ന് ഞാൻ വീട്ടിലുള്ളൊരു ദിവസമാണ്. കുറേ ദിവസമായി ഞാൻ ഈ ഒരു ഡേ മൈ ലൈഫ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഫുൾ ഇപ്പോൾ ഈ ഓണം ആയതുകൊണ്ട് ഓണം റിലേറ്റഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ നിങ്ങൾ എൻ്റെയും ആഷിയുടെയും ഞങ്ങളുടെ ഒരു ഡേ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ ഞങ്ങളുടെ ഡേ മൈ ലൈഫിലേക്ക്. ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റു, ഒന്ന് ഫ്രഷായി, ഇനി ചായ ഉണ്ടാക്കണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടൊന്ന് യോഗ ചെയ്യും. യോഗ മീൻസ് ഫേസ് യോഗ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് കിച്ചണിലേക്ക്, എൻ്റെ സാമ്രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് കിച്ചൺ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. എന്നാൽ നമുക്ക് മോർണിംഗ് എപ്പോഴും ഒരു ഫ്രഷറോട് കൂടി നമുക്കെല്ലാം തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല എൻ്റെ ഫ്രണ്ട്സിന് കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ രാത്രി ഫുഡ് കഴിച്ചാൽ പാത്രങ്ങളൊക്കെ ഈ സിങ്കിൽ ഇട്ടിട്ട് അങ്ങ് പോകും, പിന്നെ രാവിലെയാണ് ക്ലീൻ ചെയ്യുക. എനിക്ക് ആ പരിപാടി ഇല്ല. എൻ്റേത് എപ്പോഴും എനിക്ക് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കണം. എൻ്റെ കിച്ചൺ കണ്ടോ, എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഞാൻ വെക്കാറ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഇല്ലെങ്കിൽ രാവിലെ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഔട്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ദിവസം അങ്ങ് പോവും. അപ്പോൾ ഞാൻ എത്ര വയ്യെങ്കിലും രാത്രി എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷോടെ കൂട്ടി എണീറ്റ് വന്നാലും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇതാണ്, ഇവിടേക്കാണ് ഫസ്റ്റ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, ഏതെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ വിളിക്കുകയാണെങ്കിൽ വിളിക്കും. ഇൻസ്റ്റയിൽ, ടിക്ടോക്കിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, എൻ്റെ വാട്സപ്പിലൊക്കെ വന്ന കോൾസ് അല്ലെങ്കിൽ ലൈക്ക് മെസ്സേജസ് അല്ലെങ്കിൽ അതിനൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഞാൻ കൊടുക്കും. അതാണൊരു മെയിൻ റൊട്ടീന്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു അതിഥി വന്നു, കാറ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഞങ്ങൾ കാർ എടുത്തത്. അത് കൂടാണ്ട് ഇന്ന് വീട്ടിലേക്ക് വേറൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി ആൾ വന്നിട്ട്, ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല ആളെ. ആളുടെ പേര് ഗുച്ചി എന്നാണ്. നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവൾ ശബ്ദം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. ആള് ഒരു അണ്ണാനാണ്, ലൈക്ക് നമ്മുടെ നാട്ടിലെ അണ്ണാനല്ല, ഒന്ന് വിദേശത്തു നിന്ന് വന്ന ആളാണ്. ആളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ആഷിക്കാണത് അറിയാം. എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാലൊക്കെ മനസ്സിലാക്കും. ഒരുപാട് ആൾക്കാരുടെ കയ്യിലും ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കയ്യിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു സാധനത്തിനെ. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പാവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം വന്നപ്പോഴാണ് ആൾ ജസ്റ്റ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയത്. കാരണം ആൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. ഈ സമയത്താണ് ആൾ ഫുഡ് കഴിക്കുക. ഞങ്ങളിവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കും, ആൾ കഴിച്ചോളും. അങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആളെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഗുച്ചി, ഇതാണ് കേട്ടോ ആള്. ഗുച്ചി, അപ്പൊ പൊന്നാ ഇവിടെ വാ, ഇവിടെ വാ. രാവിലെ തന്നെ ഭയങ്കര ചൂടിലാണ്. എനിക്ക് ഫുഡ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് കേട്ടോ ആള്. ആശു എന്നിട്ട് കയ്യിലെടുത്ത് കാണിച്ചു തരാവേ, എനിക്ക് പേടിയാണ് കയ്യിലെടുക്കാൻ. പിന്നെ കുറച്ച് നേരം മോർണിംഗ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് സൺലൈറ്റൊക്കെ കൊള്ളും. സ്കിന്നിന് നല്ലതല്ല ഈ സമയത്ത്. ഇപ്പോൾ സമയം ഓൾറെഡി ഒരു 10-10:30 ആ സമയമായിട്ടുള്ളൂ. ആ സമയത്തുള്ള സൺലൈറ്റ് ഫേസിലേക്ക് കൊള്ളുന്നത് നല്ലതാണ്.
അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ കൊള്ളും ഞാൻ. അത് എല്ലാ ദിവസവും ജസ്റ്റ് വന്നിട്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരം. ഇതാണ് ഞങ്ങളുടെ കാറ് ഓൾറെഡി ഇന്നലെ പുറത്തൊക്കെ പോയി കുളിച്ച് കുട്ടപ്പനായിട്ട് വന്ന് ഇരിക്കുകയാണ്. ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണല്ലോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ഞാൻ റീൽസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. വൈറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, പക്ഷേ ഭയങ്കര കാം ആൻഡ് ക്വയറ്റുള്ളതായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതേപോലെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ക്യാഷ് പോകുന്ന റീൽസൊക്കെ നിങ്ങൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇതിന്മേൽ നിറയെ പൂവുണ്ട് കേട്ടോ. ഞാൻ പണ്ടൊക്കെ വന്ന സമയത്ത് ഈ പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈസൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ മടി പിടിച്ചു, പിന്നെ നമ്മൾ ടൈമും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊക്കെ നടക്കും. അതൊക്കെ എൻ്റെ ഒരു മെയിൻ കാര്യത്തിൽ പെട്ടൊരു കാര്യമാണ്. ഇനി പോയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കും. ആശി ഇപ്പോഴും ഉറങ്ങുമായിരിക്കും, എണീറ്റുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആശി ഉറങ്ങുകയാണ്, എണീറ്റിട്ടില്ല കണ്ടോ. ഇനി ഞാൻ ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ നേരത്തെ വിളിച്ചാലാണ് ആശി എണീക്കുകയുള്ളൂ. അതിന് മുമ്പേ ആശിനെ വിളിക്കുന്നതോ ആശിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ ആശിക്ക് ഇഷ്ടമല്ല ഗൈസ്, നല്ല ചീത്ത കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് ഞാൻ ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ മീൻസ് ചോറിൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ആശിനെ വിളിക്കാറുള്ളൂ. അപ്പോഴത്തേക്ക് ചായ മതി അവന്, കാരണം ആ സമയത്തെ അവൻ എണീക്കുള്ളൂ. പിന്നെ വെറുതെ വിളിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് കൊളാബ് ഷൂട്ടുകൾ എനിക്ക് കുറേ ബാലൻസ് ഉണ്ട്. കാരണം ഈ ഓണം ഷൂട്ട് ആയതുകൊണ്ട് കുറേയൊന്നും ഞാൻ കൊളാബ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ 2-3 സാരി, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഐറ്റംസൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ കൊളാബ് ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ പർപ്പിളിൻ്റെ ബ്രാൻഡ് കൊളാബ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ കൊളാബ് ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ചെയ്യാൻ ഇന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്ത് തീർക്കണം. അതിനിടയ്ക്ക് പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ മറ്റ് വീഡിയോസ് ഇല്ലേ, ഈ സിനിമയുടെ കട്ടിങ്സ് വീഡിയോസ്, ആക്ടിങ് വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് ഒരുപാട് പേര് നല്ല റിക്വസ്റ്റുകൾ, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ നല്ല നല്ല സിനിമയുടെ റിക്വസ്റ്റുകളൊക്കെ ഒരുപാട് പേര് അയക്കുന്നുണ്ട്, ഇന്ന സിനിമ ചെയ്യുമെന്നൊക്കെ. നിങ്ങൾ അയച്ച എല്ലാ സിനിമകളും ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ. അതിനൊക്കെ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് കൊളാബ് ഷൂട്ട് ഉള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു 2-3 ഡേയ്സിൻ്റെ ഒരു എഫേർട്ടാണ്. പക്ഷേ ആ എഫേർട്ടിനുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് എഫേർട്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എഫേർട്ട് എടുത്താലും നിങ്ങളത് നന്നായി സ്വീകരിക്കുന്നുണ്ട്, നല്ല കമൻറ്റുകൾ തരുന്നുണ്ട്, നല്ല വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അധികം ഇങ്ങനെ സംസാരിക്കുന്നില്ല, നമ്മൾ ലൈഫിലേക്ക് കിടക്കാം, മൈ ലൈഫിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ആദ്യം ഞാൻ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ റൈസ് ഇടാറുണ്ട്, അരി ഇടും ചോറിന്. അത് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടപട എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്നത്, ഇന്ന് വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല, ഉണക്കമീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമീൻ വറുത്തതും മോരുകറിയും ചോറും തോരനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചോറ് കഴിക്കൽ കുറച്ച് കുറവാണ്, കാരണം ഞാൻ നന്നായിട്ട് സ്ലിം ആയി എന്ന് എല്ലാവരും പറഞ്ഞു കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കൽ ഭയങ്കര കുറവാണ്. എന്നാലും ഒരു നേരമെങ്കിലും ഒരു തുള്ളി ചോറ് കഴിച്ചാൽ എനിക്ക് സമാധാനമാവില്ല. അതുകൊണ്ട് പിന്നെ ഞാനും ആശി മാത്രമല്ലേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രം മതി, അതിന് ധാരാളമാണ്. കുറച്ച് ചോറ് ഉണ്ടാക്കുക കേട്ടോ, അരി ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഈ കിച്ചൺ ഭയങ്കര സ്മെല്ലായിട്ട് ഇരിക്കണം, ഭയങ്കര ഒരു എന്താ പറയുക, എപ്പോഴും നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ എല്ലാവരും ബഹൂർ പോകാറുണ്ട്, ദുബായിൽ ഞാൻ ബഹൂറാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓൾറെഡി റൂം സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടൊക്കെ ഇഷ്ടം രാവിലെ എപ്പോഴും നിൽക്കുമ്പോൾ ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ ഭയങ്കര ഒരു ഭക്തിയായിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചന്ദനത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതേപോലെ 2 ചന്ദനത്തിരി എടുത്തിട്ട് കത്തിച്ചിട്ട് ഇവിടെ വെക്കും. കാരണം എനിക്കത് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് നമ്മളെ ഫേസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലേക്ക് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കൂ, എനിക്ക് ഭയങ്കര വർത്താണിത്. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് തരാറ്. അപ്പോൾ ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അത് കുടിക്കും. കാരണം അത് ഫസ്റ്റ് നമ്മുടെ സ്റ്റൊമക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണ പോലെയാണ്. അപ്പോൾ ഇത് എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. ഞാൻ കുടിക്കട്ടെ.
അതങ്ങനെ ഇറങ്ങി പോകുന്നത് നമുക്ക് മനസ്സിലാവും, അത്രയും അടിപൊളിയായിട്ട്. ഇനി നമ്മുടെ മീൻകുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന കുറച്ച് പെറ്റ്സ് ഉണ്ടല്ലോ. എനിക്ക് നോർമലി ഈ പൂച്ച, പട്ടി, അതേപോലെ എനിക്ക് പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ ആഷിക്കാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രീം ലെവലുള്ള സാധനത്തിനോടാണ് ഇഷ്ടം. കാരണം ഈ എന്താ പറയുക, അത് പേര് ഞാൻ മറന്നുപോയി, ദുബായിലുണ്ടായിരുന്നു. ഈ ഒരു ഭയങ്കര വലിയൊരു ഓന്തില്ലേ, എന്തോ പറയുമല്ലോ, ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. അതിനൊക്കെയാണ് ആഷിക്ക് ഇഷ്ടം. അത് പിന്നെ അതേപോലെ ഇതിൻ്റെ പേര് ആംസ്റ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെയാണ് കൂടുതൽ അവൾക്ക് ഇഷ്ടം. എനിക്കിങ്ങനെ നോർമലി അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളോടാണ് ഇഷ്ടം. ഇത് ക്യൂട്ടല്ല എന്നല്ല, പക്ഷെ എനിക്ക് പേടിയായിട്ടൊന്നും ആദ്യം മുമ്പ് കണ്ടിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ചിലർ പേടിയില്ലാതുണ്ട്. പൂച്ചയാണെങ്കിൽ പട്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യും. ഇവരെ സ്വഭാവം എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇത് പറക്കുന്ന ഒരു അണ്ണാനാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് കയ്യിലേക്ക് പറന്ന് ഇരിക്കും. അപ്പോൾ എനിക്ക് അത് പറക്കണം കാണുമ്പോൾ പേടിയാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടും. ആഷിക്ക് അതൊന്നും പേടിയില്ല. എനിക്ക് ഇതിനൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരു പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ ആഷിനെക്കാട്ടിയും കൂടുതൽ ഇതിനെ സ്നേഹിക്കുന്നതും നോക്കുന്നതൊക്കെ ഞാൻ തന്നെയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞെല്ലാം കേട്ട ആളവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അവന് ഫുഡ് കൊടുക്കലാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവന് നമ്മളിപ്പോൾ കൊടുക്കുന്നത് സെർലാക്കാണ് കേട്ടോ. സെർലാക്ക് കലക്കിയിട്ട് അതാണ് കൊടുക്കുന്നത്. അത് മാത്രമേ കഴിക്കുന്നുള്ളൂ ആൾ. പിന്നെ ഈ പഴം കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ 3.5 മാസമായിട്ടുള്ളൂ ഇവന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മളത് കൊടുക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സെർലാക്ക് ഞങ്ങൾ ഒന്നെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. കാരണം പാല് ചേർത്ത് കൊടുത്താൽ ഇവർക്ക് ഇനി നമുക്കതിനെ പാൽ ഒരു ഓവറായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇവന് പാലിൽ കൊടുക്കാൻ എനിക്കൊരു പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാക്കും, അതിലേക്ക് ഇത് ഇട്ട് കലക്കിയിട്ട് ചൂടാറിയിട്ട് കൊടുക്കും. ആളത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവന് ഫുഡ് ഉണ്ടാക്കട്ടെ ഫസ്റ്റ് കേട്ടോ. ഞാൻ ഈ രാവിലെ എണീറ്റതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ബോഘ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് കുറച്ചങ്ങ് വരണം, ഈ ട്രാക്കിലേക്ക് അങ്ങ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ ഇങ്ങനെ ചടഞ്ഞുകൂടി സംസാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അപ്പോൾ അവനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെർലാക്ക് ഇത് ഞാൻ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇല്ല, ചൂട് കുറവാണ്, അല്ലെങ്കിൽ നാവ് പൊള്ളൂല്ലേ. എന്താല്ലേ കുട്ടികളില്ലാതെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു രസം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആ വിഷമം അങ്ങ് തീർക്കും, സെർലാക്ക് ഉണ്ടാക്കിയിട്ടും ഇതിനെ കൊടുത്തിട്ടൊക്കെ. അവിടെ കൊടുക്കട്ടെ. അങ്ങനെ കൊടുക്കുന്നതാണ് ഭയങ്കര ടാസ്ക്. എനിക്കത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒന്നും ചെയ്തിട്ടല്ല, പാവമാണ്. പക്ഷേ എനിക്ക് ഒരു ചിന്ന ഭയം. പൊന്നെ വായോ, ഫുഡ് കഴിക്ക, വാ ഫുഡ് തരാം, വാ എന്നാ പൊന്നാ, മൗട്ടി വാ, എന്നാ വാ, നമ്മുടെ പൊന്ന് കഴിച്ചോളി. കഴിച്ചട്ടാ. കാണുന്നുണ്ടോ കഴിക്കുന്നത്? അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു മത്തൻ മോരുകറിയും കോവക്ക മെഴുക്ക് പുരട്ടിയും ഉണക്കമീൻ വറുത്തതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. ഞാൻ ഉണ്ടാക്കട്ടെ. വീട്ടുജോലികളെല്ലാം കഴിഞ്ഞു, ഫുഡും റെഡിയായി. നല്ല അടിപൊളി ചോറ്, മോരുകറി, ഉണക്കമീൻ വറുത്തത്, പിന്നെ കോവക്കത്തോരൻ. ആശി ഓൾറെഡി എണീറ്റിട്ടുണ്ട്. ആശിക്കുള്ള ചായ ഇതാ റെഡി കൊണ്ടിരിക്കുകയാണ്. രാവിലെ ചായ കുടിക്കുന്ന ഒരു പതിവ് എനിക്ക് ഓൾറെഡി ഇല്ല. എപ്പോഴെങ്കിലും കുടിക്കുന്നല്ലാണ്ട് എനിക്ക് ചായ അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയല്ല, അങ്ങനെ വലിയ അഡിക്റ്റഡ് അല്ല ചായക്ക്. പക്ഷെ ആശിക്ക് എപ്പോഴും ചായ വേണം. രാവിലെ ചായ വേണം, പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചായ വേണമെന്ന് പറയും, കട്ടൻ ചായ. അപ്പോൾ അത് കൊടുക്കും. പിന്നെ വൈകിട്ട് നിർബന്ധമാണ് ചായ, അത് പാൽ ചായ തന്നെ ആയിരിക്കണം. രാവിലെയും പാൽ ചായയാണ് കുടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവന്റെ റൊട്ടീൻസ് പോകുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഇന്ന് ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. കാരണം എനിക്ക് ഇന്ന് കുറെ കൊളാപ്സ് ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ ഭയങ്കര ലേറ്റ് ആവും. അപ്പൊ ഓൾറെഡി ലഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങള്
ചായ കുറച്ച് ഷൂട്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ പകരം ഈ ബ്രഞ്ച് കഴിക്കും. അത് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രഞ്ചും കൂടി കൂടിയത് ബ്രഞ്ച്. അപ്പോ ചായ റെഡി ആയിട്ടുണ്ട്. ആഷി മോനെ, അപ്പൊ ഇവിടെ ചായ വാ, ഇവിടെ വാ. Say good morning to our family. Good afternoon. അപ്പോ ബിസ്ക്കറ്റാണോ? അപ്പോ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇനി പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇനി വീഡിയോസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ചോറും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡിയാണ്. അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം. രാവിലെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത്. അപ്പോൾ രാവിലെ അല്ല, ഇനി എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം കുറച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കല്ലൂര് വരെ പോകാനുണ്ട് ഒരു ആവശ്യത്തിന്. എനിക്ക് ജ്വല്ലറിന്റെ ഒരു ആവശ്യമുണ്ട്. എനിക്ക് 2-3 ജ്വല്ലറി ഐറ്റംസ് മാറ്റിയിട്ട് പുതിയത് വാങ്ങണം. അപ്പൊ അതിന് പോകണം. ബിബു വരുന്നു കണ്ടിട്ടുണ്ട്. ബിബുവിന് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബിബുവും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വിചാരിച്ചു. അപ്പൊ അതാണ് ഇനിയുള്ള കാര്യം. അപ്പൊ അതിന് മുമ്പ് എനിക്ക് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ തീർക്കണം. ഇത്രയും സമയം ഏകദേശം ഒരു 1:30 കറക്റ്റ് 1:34 ടൈം. അപ്പൊ അതിന് മുമ്പ് എന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഹറിബറി തീർക്കണം. എന്നിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ആൾക്കാർ വരാറുണ്ട്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് അവരുടെ അടുത്തുനിന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങട്ടെ. ഇന്ന് എന്തായാലും പുറത്ത് പോയി ഫ്രൂട്ട്സ് വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്നാൽ ഇവർ കറക്റ്റ് ടൈമിനാണ് വന്നത്. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങട്ടെ. എനിക്ക് ആപ്പിൾ വേണം, ഈ ഡ്രാഗൺ വേണം, പിന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലേ പീച്ച്, ബിയർ, ഇത് വേണം, മാംഗോ വേണം, ഓറഞ്ച് വേണ്ട. ഇക്ക് നല്ല പഴുത്ത് നോക്കി തരണേ. നല്ല മധുരമുള്ളത് തന്നെ കേട്ടോ. കട്ടയൊന്നുമില്ല, തന്നെ കഴിക്കട്ടെ. സോറി, ഞങ്ങൾ വാങ്ങട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് ഇത്രയും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ടോട്ടൽ 1200 രൂപയായി ഫ്രൂട്ട്സ് എല്ലാം കൂടെ. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. നോർമലി കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഇവർ കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീമാണ് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആശി വന്നു. നമുക്കിന്ന് സ്പെഷ്യൽ കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോവാൻ. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങള് പുറത്തു പോയി. ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ജ്വല്ലറി വാങ്ങാനുണ്ടായിരുന്നത്. അപ്പോ ബിബു ഉണ്ട്, ആശി ഉണ്ട്. ഇതാ അപ്പോൾ ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് ഗൈസ് ഞാൻ എടുത്ത സാധനം. എൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ഞാൻ മാറ്റി. അപ്പോ അതിൽ കുറച്ചും കൂടെ ഇതാക്കിയിട്ട് ചെറിയൊരു ചെയിൻ എടുത്തു. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ വാങ്ങിച്ചത്. എന്റെ അടുത്തുണ്ടായിരുന്ന ഗോൾഡ് തന്നെയാണ്. പഴയ ഗോൾഡ് കൊടുത്ത് ഒരു പുതിയ ഗോൾഡ് വാങ്ങിച്ചതേ ഉള്ളൂ. കുറച്ച് മാറ്റിയിട്ട് ഗോൾഡ് വാങ്ങിച്ചതേ ഉള്ളൂ. ഇത് ഓൾറെഡി പൊട്ടി കിടക്കായിരുന്നു. അപ്പൊ ഇതാ ബിബു ഉണ്ട്. ബിബുവിന് ഒരു റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിബു ഒരു ആമമോതിരം, ഒരു ബ്യൂട്ടിഫുൾ ആമമോതിരം ബിബു വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ആശി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇനി വീട്ടിൽ പോയിട്ട് നല്ലൊരു ചായ ഇട്ട് കുടിക്കണം. അത് മാത്രമാണ് ഇനിയുള്ളത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഡേ. വളരെ നോർമൽ ആയിട്ട് പോകുന്ന ഡേ ആയിരുന്നു. ഓക്കെ.